ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടണ്ട. എല്ലാത്തിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവസന്നിധിയിൽ അറിയിക്കുക അത്ര വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നനവുകളെയും ക്രിസ്തുയേശുവിൽ കാക്കും. നമ്മുടെ പ്രത്യേക ചില വിഷയങ്ങൾക്ക് വേണ്ടി ഒരു മറുപടിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നവരല്ലേ. ചിലപ്പോൾ പെട്ടെന്ന് മറുപടി ലഭിക്കും, ചിലപ്പോൾ വളരെ താമസിച്ചായിരിക്കും, അല്ലെങ്കിൽ ചിലതിന് മറുപടി ലഭിക്കുന്നില്ല. ദൈവത്തോട് എന്തെങ്കിലും നാം പ്രാർത്ഥിക്കുമ്പോഴേ ഒന്നിനെ കുറിച്ച് വിചാരപ്പെടേണ്ട. ദൈവത്തിന് എല്ലാം ഓർഡറാണ്, എല്ലാ ക്രമത്തിലാണ് ദൈവം പ്രവർത്തിക്കുന്നത്. ആ വചനത്തിന്റെ വെളിപ്പാടിൽ നമ്മൾ നിന്നാൽ കറക്റ്റ് നമുക്ക് അനുഗ്രഹം പ്രാപിക്കാൻ കഴിയും. ഒന്നിനെ കുറിച്ച് വിചാരപ്പെടരുത്. അപ്പൊ അതിന്റെ അർത്ഥം നിങ്ങൾ ശ്രദ്ധിക്കണം. വിചാരപ്പെടരുത് പറഞ്ഞാൽ വിചാരപ്പെടാം, നമ്മൾ മനുഷ്യരാ. എന്നാൽ വചനം പറയുന്നു വിചാരപ്പെടരുത്. അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ശ്രദ്ധിക്കണം. വിചാരം വരും, അത് നമ്മെ കവിയാനിടയാകല്ലേ. നമുക്ക് ഭാരങ്ങൾ വരുന്നത്, ചിന്തകൾ വരുന്നത്, നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ച് ഓവർ കോൺഫിഡൻസ്, ഓവർ ആങ്സൈറ്റി, ഇതൊക്കെ വരുന്ന. പക്ഷെ അതിൽ നാം പെട്ടുപോകരുതെന്നാ കർത്താവ് പറഞ്ഞേ.